കഴിഞ്ഞ ദിവസം നമ്മളൊരു പുതിയ സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. ആ ചടങ്ങുകളെക്കുറിച്ച് മാത്രം പറയുന്നത്. അപ്പോൾ അതിനിടയിൽ വരുന്ന, അത് ഷോർട്ട് വീഡിയോ ആണ് എങ്കിൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നിർമ്മാല്യ ദർശനത്തിനെ കുറിച്ചൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ്. സുധി സന്തോഷ് എന്നൊരു ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, ഭജന ഇരിക്കേണ്ട ദിവസം നമ്മൾ നിർമ്മാല്യം തൊഴുതിട്ടല്ലേ പറ്റുള്ളൂ, എന്നാൽ അമ്പലത്തിൽ എത്തുമ്പോഴൊക്കെ വാഗചാർത്തും എണ്ണാഭിഷേകവുമായി മാറാറുണ്ട്. അതായത് 3 മണിക്ക് തന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അതിന് അടുത്തടുത്ത ചടങ്ങുകളിലേക്ക് മാറിപ്പോവാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു സൊല്യൂഷനായിട്ട് ഭഗവതിക്കെട്ടിലൂടെയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് കൂടെയോ ഒക്കെ കയറിയിട്ട് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെങ്കിലും നമുക്ക് നിർമ്മാല്യ ദർശനം സാധ്യമാവുമോ എന്നാണ് ചോദ്യം. ഇല്ല കേട്ടോ, നമുക്ക് 3 മണിക്ക് നട തുറക്കുന്ന സമയത്ത് കിഴക്കേ ഗോപുരനട മാത്രമാണ് തുറക്കാറുള്ളൂ. 3:10, 3:15 ഉള്ളിൽ പടിഞ്ഞാറ് വശത്തും അതുപോലെ തന്നെ ഭഗവതിക്കെട്ടിൻ്റെ അവിടെയൊക്കെ വാതിൽ തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴിക്ക് പ്രവേശിച്ചിട്ട് നിർമ്മാല്യം കാണാൻ സാധിക്കില്ല. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഭജന ഇരിക്കേണ്ട ദിവസങ്ങളിൽ നിർമ്മാല്യം തൊഴുക എന്നുള്ളത് മസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയില്ല, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. ഭജന ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം പൂർണ്ണമായും ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ദിവ്യ സന്നിധിയിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്ന പോലെയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നിർമ്മാല്യം ഒരു സാധാരണ ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് നേരെ പോയി നിർമ്മാല്യം തൊഴാം. പക്ഷേ ഇതൊരു മഹാക്ഷേത്രമാണ് എന്നുള്ളത് കൊണ്ടും ഒരുപാട് തിരക്കുകളുണ്ട് എന്നുള്ളത് കൊണ്ടും നമുക്ക് എപ്പോഴും അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല എന്ന് കരുതി നിങ്ങളുടെ ഭജനം ഇരിക്കൽ എന്ന ആ ഒരു ചടങ്ങ് അപൂർണമായി എന്നൊരിക്കലും വിചാരിക്കരുത്. പൂർണ്ണതയിൽ തന്നെയാണ് ഭഗവാൻ അതിനെ സ്വീകരിക്കുക കേട്ടോ. നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രധാനം. അപ്പോൾ മനസ്സിൽ സന്തോഷമായിട്ട് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ എത്ര നേരം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുമോ അത്രയും നേരം ചെലവഴിച്ചുകൊണ്ട് ഭജനം പൂർത്തിയാക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.